ഹലോ ചങ്കുകളെ, ആർ.കെ. ഏഞ്ചൽസിന്റെ പുതിയ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആളക്കാരി റഹിമ കൊച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് മറ്റൊന്നല്ല, ഇന്നലെ എന്റെ ഉപ്പിച്ച് മരിച്ചിട്ട് 24ാമത്തെ വർഷമായിരുന്നു. ഉപ്പ മരിച്ചിട്ട് 24 കൊല്ലായി. അപ്പൊ എല്ലാ കൊല്ലം ഉപ്പാടെ ഓർമ്മ ദിവസം ഞങ്ങള് കൊടുങ്ങല്ലൂര് നമ്മുടെ ജലീൽക്കെ നെസിത്തെ നടത്തുന്ന ദയ എന്ന് പറഞ്ഞ ചാരിറ്റി അഗതി മന്ദിരത്തിലേക്ക് ഞാൻ എല്ലാ കൊല്ലം 9-ാം തീയതി ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ. ഫെബ്രുവരി 9-ാം തീയതിയാണ് എന്റെ ഉപ്പ മരിച്ചത്. അപ്പൊ എല്ലാ കൊല്ലം ഞാനവിടെ ഫുഡ് കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണ് ഞങ്ങളത് മാറ്റിവെച്ച്, ഇന്നത്തേക്ക് മാറ്റിവെച്ച്. അപ്പൊ ഞാനും എന്റെ ഏഞ്ചൽസും അങ്ങോട്ടേക്ക് പോവേണ്ട. അപ്പൊ ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് കൊന്നച്ചോടാണ് കേട്ടോ, കൊടുങ്ങല്ലൂര് കൊന്നച്ചോട്. പൊന്നുപപ്പി വന്നേ. അപ്പൊ എന്റെ ഏഞ്ചൽസ് ഉണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. അപ്പൊ ഇന്നത്തെ വിശേഷം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളാണ്. നമുക്ക് അവിടെ കുറെ പാവപ്പെട്ട കുറെ മാതാപിതാക്കളുണ്ട്, പ്രായമായവരും പ്രായമാവാത്തവരും ആരുമില്ലാത്തവര് തെരുവിൽ നിന്നൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ടാണ് ജലീലിക്ക് നെസിത്തെ നോക്കണേ. അപ്പൊ ആ ഫാമിലിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ ഞങ്ങള് കൊടുങ്ങല്ലൂർക്ക് പോവുകയാണ്. പോവാം നമുക്ക്. ഓക്കെ. അപ്പൊ ചങ്കാളി നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടാ. അപ്പൊ ചങ്കളെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി തങ്കുളം വഴിയാ പോണത്. അപ്പൊ എന്റെ ഏഞ്ചൽസ് ഉണ്ട്, ബേബീസ്. അപ്പൊ നമ്മുടെ എന്നത്തെയും പോലെ തന്നെ എന്റെ സാരഥി നിതിൻ ബ്രോ ആണ്. ഒരു വളവുണ്ട്, വളവ് തിരിഞ്ഞിട്ട് നിതിൻ ബ്രോനെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മള് തങ്കുളം കുളമാണ് ഇവിടെ തട്ട വളവില്. അപ്പൊ നിതിൻ ബ്രോ ഈ ഒരു വളവും കൂടി നിതിൻ ബ്രോ വളച്ചോളൂ. അപ്പൊ നിതിൻ ബ്രോ ആണ് നമ്മുടെ സാരഥി. അപ്പൊ നമ്മ നേരെ കൊടുങ്ങല്ലൂർ കണ്ട പോണത്. കൊടുങ്ങല്ലൂര് കൊന്നച്ചോടാണ് ഈ പറഞ്ഞ സ്ഥലം, ദയ അഗതി മന്ദിരം. അപ്പൊ മിക്കവർക്കും അറിയാൻ പറ്റിയിരിക്കും, കാരണം കുറെ വർഷങ്ങളായിട്ട് ജലീൽക്കെ നെസിത്തെ നടത്തുന്ന ഒരു വീടാണത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഓർഫനേജോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനാഥാലയം പോലത്തെ അങ്ങനത്തെ ഒരു സ്ഥലമല്ല, അതൊരു കുടുംബമാണ്, അതൊരു വീട്. അതാ ജലീൽക്കെ നെസിത്തെയും അവരുടെ മക്കളും എല്ലാരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു കുടുംബം. ഓക്കെ. അപ്പൊ ചങ്കളെ നമ്മ മാളവള്ളിപ്പുറം എത്തി. മാളവള്ളിപ്പുറം പള്ളിയില് പെരുന്നാള് നാക്കുളിക്ക് ചങ്കള്, സോറി. മാളവള്ളിപ്പുറം പള്ളിയില് പെരുന്നാളാണ്, ഊട്ടുപെരുന്നാളാണ് ട്ടാ ഇന്നും നാളെയും. അപ്പൊ ഇവിടെ ഗംഭീരത, ലൈറ്റൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാളവള്ളിപ്പുറം അന്തോണി സുഞ്ഞാളുടെ പള്ളിയാണ്. അമ്പ് പെരുന്നാളാണല്ലോ ഇവിടുത്തെ, അമ്പ് പെരുന്നാളാണ് ട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ മാളവള്ളിപ്പുറം. കണ്ട, അതാണ് നമ്മുടെ മാളവള്ളിപ്പുറം അന്തോണിസിനാളുടെ പെരുന്നാള്. അപ്പൊ ഇനി നമുക്ക് നേരെ കൊടുങ്ങല്ലൂർക്ക് പോവാം. ഇവിടൊക്കെ വീടുകളുടെ ഉമ്മർത്തൊക്കെ നല്ല അമ്പിന്റെ ഒരുക്കങ്ങളാണ് എല്ലാ വീടുകളിലും. അപ്പൊ ചങ്കളെ ഇത്തവണ എന്ന് വെച്ചാൽ പ്രത്യേകം വെച്ചാല് എല്ലാ കൊല്ലം ഞാൻ ഉപ്പിച്ചിരി പരിപാടി നടത്താൻ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും. ഞാനും എന്റെ ഏഞ്ചൽസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ എല്ലാ കൊല്ലം ഫെബ്രുവരി 9-ാം തീയതി. അപ്പൊ ഇത്തവണ സ്പെഷ്യലായിട്ട് എന്റെ സഹോദരിമാര് കൂടിയുണ്ട്. അപ്പൊ ആലുവയിൽ എന്റെ ഒരു ഇത്താത്തയുണ്ട്. അപ്പൊ ഇന്ന് എന്റെ ഇത്താത്തയും വരുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചൊരു പരിപാടി ഉപ്പാക്ക് വേണ്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പോണത് ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ ഉപ്പ മരിച്ചിട്ട് 24 കൊല്ലായിട്ടാ. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് സഹോദരിമാര് ഒരുമിച്ച് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ ഒരു വലിയൊരു സന്തോഷത്തിലാണ് ഞാനും എന്റെ ഫാമിലിയും കേട്ടാ. അപ്പൊ എന്റെ ഇത്താത്താനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടാ. അപ്പൊ ചങ്കളെ ഞാൻ എന്റെ ഇത്താത്ത ആലുവയിൽ വരുന്നുണ്ട്. ഇത്താത്താക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ ഞാന്. അപ്പൊ ഇത്താത്ത ഓട്ടോറിക്ഷയ്ക്കാണ് ആലുവയിൽ വരുന്നത്. എന്റെ ഏറ്റവും മൂത്തതിട്ട് ഞങ്ങൾ 4 പേരിൽ ഏറ്റവും മൂത്ത ആളാണ് എന്റെ ഇത്താത്ത. ആള് ആലുവയിലാണ് വീട്. അപ്പൊ അവൾക്ക് വേണ്ടി ഞാനോട് ചേരമാമ്പള്ളിയുടെ അടുത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവളിപ്പോ വരും. എത്തിയടി. അപ്പൊ എന്റെ ഇത്താത്തനെ കാണിച്ചതൊക്കെ. അപ്പൊ ഇതാണ് എന്റെ ഇത്താത്ത. ഇത്താത്ത വന്നിറങ്ങിയ വണ്ടിയാണ്. ഞാൻ വ്ലോഗ് ചെയ്യണ്. അപ്പൊ നമ്മുടെ കാറാണ് കിടക്കണേ. അപ്പൊ ഇത്താത്ത വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര പൈസക്കാരി. പൈസ ഞാൻ കൊടുക്കണ്ടാ. ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് വന്നേക്കണ കേട്ടോ. കിളവിയായി വേട്ടക്ക് എന്റെ ഇത്താത്ത എന്റെ മൂത്ത ആള് ഞങ്ങളുടെ കൊച്ചുക്കാടെ മക്കളില് ലിപ്സ്റ്റിക് ഒക്കെ ആയിട്ടുണ്ടോ താത്ത?
അപ്പൊ ഓക്കെ ചങ്ങ. അപ്പൊ ഞങ്ങൾ നേരെ ഇനി കൊടുങ്ങല്ലൂരാണ് ഇപ്പൊ നിക്കണ, ചേരമാമ്പലിന്റെ അടുത്ത് നിക്കണത്. അപ്പൊ ഇനി നേരെ ഞങ്ങൾ ജലീൽക്കാരോടേക്ക് പോവുകയാണ്, അതായത് ദയാ അഗതി മന്ദിരത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അവിടെ വെച്ച് കാണാം. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. ഇതാണ് നമ്മുടെ ചേരമാമ്പള്ളിയുടെ തൊട്ടടുത്താണ് ഞങ്ങൾ നിൽക്കണം കേട്ടോ. നമ്മുടെ വണ്ടി വേന. അപ്പൊ നമ്മ ചേരമാമ്പള്ളിയുടെ അടുത്താണ് നിൽക്കണം. ഇതാണ് പള്ളി ട്ടാ. അപ്പൊ ചങ്കളെ നമ്മള് കൊന്നച്ചോട്ടിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കയറി. അപ്പൊ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ട് റോഡ് സൈഡിൽ തന്നെ കേട്ടോ. കൊന്നച്ചോട്ടിലാണ് ഈ സ്ഥലം. ഇവിടെ ഒരു SNDPയുടെ ഒരു എന്നിട്ട് SNDPയുടെ ഹാളുണ്ട്. അതിന്റെ അടുത്ത് തന്നെയാണ് ദയയിലേക്കുള്ള വഴി. അപ്പൊ നമ്മ നേരെ അങ്ങോട്ട് പോവേണ്ട. ജലീൽക്കാട് നിസിത്താടും വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് ദയ അഗതി മന്ദിരത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ കാണുന്ന മതിൽക്കെട്ടാണ് ഈ പറഞ്ഞ സ്ഥലം. കണ്ട, ഇതാണ് നമ്മുടെ ദയ അഗതി മന്ദിരം. ഇതാണ് വീട്. അപ്പൊ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറങ്ങാം. ഓക്കെ, നമ്മള് ദയ അഗതി മന്ദിരത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സാരഥികളെ കാണാം. അതായത് ഈ കുടുംബത്തിന്റെ നാഥനും കുടുംബനാഥിയെ നമുക്ക് കാണാം. അപ്പൊ ഇത് നമ്മുടെ ജലീൽക്ക, നമ്മുടെ കൂടപ്പുറപ്പാണ് ട്ടാ, നസിത്ത. അപ്പൊ ഇവരാണ് ഇത് നടത്തുന്നത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പൊ ആദ്യം തന്നെ ഇവരെ പരിചയപ്പെടുത്തുകയാണ് ഞാൻ. എനിക്ക് മോളെ ഒരാളൂടെ ഉണ്ട്, ഒരു മരിപ്പുണ്ട് പടിയില്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകാം. നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ഞങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്തില്ല. ഇത് എന്റെ ഇത്താത്താട്ട മൂത്താള്. ആളെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും. ആലുവല വീട്. അപ്പൊ ഇത്തവണ വന്നെന്നാണ് ഇപ്പൊ ആൾക്ക് മാറ്റാണ് വന്നുള്ളത്. അപ്പൊ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഉള്ളതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്തി തരാൻ പോണത് മുഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ ഈ കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. അപ്പൊ നമ്മള് വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 600 ചില്ലാനും ജ്വല്ലറി ഉണ്ട് പുള്ളിക്ക്. ടാറ്റ കാർ ഫാക്ടറി ഇദ്ദേഹത്തിന്റെ ആണ്. മനസ്സിലാക്കുന്നത് നെടുമ്പാശ്ശേരി, കൊച്ചി. ഞാന് കൊറേ നാളായി നെടുമ്പാശ്ശേരി എയർപോർട്ട് ആർക്കിടെ അന്വേഷിച്ച് നടക്കുന്നത്. അത് ഇദ്ദേഹത്തിന്റെയാണ്. മണ്ണൻദേവൻ തേയിലത്തോട്ടം വരെ സ്വന്തമായിട്ടുള്ള മനുഷ്യനാണ്. സിനിമാ നടൻ മോഹൻലാലാണ് മാനേജർ. പെട്ട ചങ്കുകളെ. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞില്ല, നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇടയ്ക്ക് വരണം. കാരണം നിഷ്കളങ്കമായ കുറെ ആൾക്കാർ ഇവിടെ കാണാം. സത്യം അത് സ്വന്തമായിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ എനിക്ക് തരുമെന്ന് വെക്കാൻ എനിക്ക് ഇടയ്ക്ക് ഇവിടെ ജലീൽക്കാരടുത്ത് വരാനും പോലൊക്കെ കാറിന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്ര പൈസ ഈശ്വര കല്യാണം കഴിക്കുന്നു മാത്രം പറയുക. കാവ്യാമാധവൻ ഡിവോഴ്സ് ആയിരുന്നു പറഞ്ഞ പുള്ളി. എന്നെ പ്രപ്പോസ് എനിക്കറിയില്ല. ഞാൻ പെട്ട് അയ്യാ. അപ്പൊ ചങ്കള് ഞാനേ പരിചയപ്പെടുത്തിട്ടാ. ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഞാൻ നിങ്ങളെ കാണിച്ചത് എന്താണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാല് ഓരോരുത്തരുടെയും മുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ നിഷ്കളങ്കമായ കുറെ മനുഷ്യര്. അവരെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ജലീൽക്ക് നസിത്ത് സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണെന്നറിയാന്നറിയില്ലേ, ആ ഒരു അവസ്ഥയാണ്. ഞാൻ എല്ലാ കൊല്ലം എൻ്റെ ഉപ്പാടെ ഇവിടെ എങ്ങും വണ്ടികൾ വെറുതെ അപ്പൊ എന്റെ ഉപ്പിച്ചിടെ ഓർമ്മ ദിവസമായിട്ട് ഞങ്ങൾ ഇന്ന് വന്നേക്കാണ്. ഞാൻ എല്ലാ കൊല്ലം ഇന്നത്തെ ദിവസം ഞാൻ ഇവരോടൊപ്പം ഇച്ചിരി ഫുഡ് കഴിക്കാം. അപ്പൊ ഞാനിവിടെ വന്നേക്കാണ്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മുതലാളി, കൊച്ചു മുതലാളി. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ 4 സ്റ്റേറ്റിന്റെ കേസുണ്ട്. അതിന് കാശ് കിട്ടിയിട്ടുണ്ട് ഒരു സ്റ്റേറ്റിന് 25,60,200 ഒരു സ്റ്റേറ്റിന് 25,63,200 കോടി ഡോളർ. അങ്ങനെ 4 സ്റ്റേറ്റിന്റെ കാശ് 4 സ്റ്റേറ്റിന്റെ കാശ് തമിഴ്നാട്ടിലുണ്ട്.
ആളും പരിചയപ്പെടുത്താം. ബാബുവിനെ ഞാൻ പരിചയപ്പെടുത്താണ്. ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭയങ്കര പെറ്റാണ് കേട്ടോ. ബാബുവിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നല്ല, എല്ലാ കൊല്ലം വരുമ്പോഴും ബാബുവിന് ഞാൻ ചോറ് വാരി കൊടുക്കണം. ഇന്നും ബാബു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ചോറ് വാരി കൊടുക്കാനായിട്ട്. അപ്പൊ ഞാൻ വാരി കൊടുത്താൽ ഇന്നത്തെ ദിവസം ബാബു ചോറ് തിന്നുള്ളൂ. അല്ലേ ബാബു? അല്ലേ? എന്നെ കാത്തിരിക്കല്ലായിരുന്നു. അപ്പൊ എന്നെ കാത്തിരിക്കായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ബാബു കേട്ടോ. എന്നോട് ഓരോരുത്തരും പരിചയപ്പെടുത്തി തരാം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലേ ഞാൻ എന്താണിത് മുടിയൊന്നും ഇരിക്കല്ലോ. ഈ ആള് പുതിയതാണ് അന്ന് വന്നിട്ടില്ലേ? എന്ത് പേര്? എവിടെ വീട്? ചന്ദ്രാക്കൻ. ഈ അടുത്തുണ്ടാവുന്നല്ലേ? അവർക്കൊക്കെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത് നിങ്ങളുടെ ഹായ് നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. ഹായ് കൊടുത്ത എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത ഒരു ഹായ് കൊടുത്തേ. ഒരു പാട്ട് പാടോ? ആരെ പാടാ? ഒരു പാട്ട് പാടി. അടുത്ത് പിടിക്കട്ടെ പാട്ട് പാടും. ഉറക്കപ്പാട്. കഴിഞ്ഞിട്ട് എന്തായാലും എന്നുള്ള ഭാഷ ആൾക്ക് സൗണ്ട് വരുന്നില്ല. ചെറുനാക്കൊക്കെ പോയിന്നാ പറയണേ. അപ്പൊ ചങ്കളെ പുള്ളിക്കാരിക്ക് തൊണ്ടയുടെ ചെറുനാക്ക് പോയിന്നാണ് ആള് പറയുന്നത്. സൗണ്ട് അതാണ് പുറത്തേക്ക് വന്നില്ല. അപ്പൊ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നല്ല ഉഷാറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പാട്ട് ആളെ കൊണ്ട് പാടിപ്പിക്കാം. വേറെ ഒന്നല്ല കേട്ടോ, നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഞാൻ കേട്ടതാണ്. എനിക്ക് എന്റെ മൈക്കില്ലാത്തതിന്റെ പേരിലാണ് സൗണ്ട്. അല്ലെങ്കിൽ മൈക്ക് ഉണ്ടാണെങ്കിൽ ഇതിലും കൂടുതൽ സൗണ്ട് കിട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്നാണ് ഇപ്പൊ മൈക്ക് എടുക്കാൻ മറന്നു ചങ്കളെ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരിചയപ്പെടാം. എവിടെ വീട്? എവിടെയാ? ആലപ്പുഴ ജില്ലയാ, ഹരിപ്പാട്. അപ്പൊ ഞാൻ ഈ തവണ വന്നപ്പോ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. പിന്നെ പുതിയ ആൾക്കാർ ഈ കൊല്ലം ഉണ്ട് കേട്ടാ. അപ്പൊ അത് പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തേ. ഈ റൂമില് ഒട്ടും എഴുന്നേക്കാനൊന്നും പറ്റാത്ത വയ്യാണ്ട് കിടക്കുന്ന അമ്മമാരാണ് കേട്ടോ. എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള അമ്മമാരാണ് ഈ റൂമിലുള്ളത്. അപ്പൊ എല്ലാവരും കിടക്കുകയാണ്. പയ്യേ എനിക്കിരിക്കാൻ പറ്റുന്നില്ലേ? അതെന്തിനാ സിദ്ധ? പെട്ടെന്ന് ഇയർ ബാലൻസിന്റെ കുഴപ്പം വലുതുണ്ടോ? ബ്ലഡിന്റെ കുറവാണ്. ബ്ലഡ് മേടിച്ച് കഴിച്ചോളൂ. അത് കഴിച്ചെങ്കിലേ ബ്ലഡ് കഴിച്ചിട്ട് കുഴപ്പമില്ല, ശരിയായി കൊളുത്താ. മരുന്നൊക്കെ വാങ്ങിക്കാം. എന്നെ മാത്രം നിർത്തിയിട്ട് വീഡിയോ ഞാൻ തന്നാ മതിയാ? കമ്പളിൽ ചട്ടി പോയി. ചങ്കിരി പോയാ?
മേടിച്ച് തരാട്ടാ. നോക്കണേ വേണ്ടത് ഞാനിപ്പം നോക്കിയിരുന്നു വേറെ മേടിച്ച് തരാട്ടാ. സ്വർണ്ണല്ല അതുകൊണ്ട് സ്വർണ്ണം വേണ്ടേ? സ്വർണ്ണം നീ കഴിച്ചോ വാങ്ങിക്കാനല്ലേ? ഭക്ഷണം കഴിക്കണ്ടേ? എന്നിട്ട് പേരെന്താ? എന്റെ പേരാ ജീര ജീരിനോ ലീല. എവിടെ വീട്? എവിടെ വീട്? ഇവിടെ അടുത്തന്ന് ഈ അമ്പലത്തിലെ ഇത് കൃഷ്ണന്റെ അടുത്തന്നോ കൃഷ്ണന്റെ അമ്പലത്തിന്റെ അടുത്താ. ആ മക്കളില്ലേ അമ്മക്ക്? മക്കളില്ലേ? ആ, ഞാനേ മക്കളില്ലേ അല്ലേ? കണ്ണിന്റെ കാഴ്ച ഇപ്പൊ പോയതാണോ? ആദ്യമേ അങ്ങനെ തന്നെ. വളയും കമ്മലും മേടിച്ചിട്ട് വരാട്ടാ. ഇനി വരുമ്പോ വളയും കമ്മലും മേടിച്ചിട്ട് വരാട്ടാ. അപ്പൊ ചങ്കളെ നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറും ബീഫും ആണ് ഞാൻ പറഞ്ഞിരുന്നത് ഇന്ന് കൊടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ ഫുഡൊക്കെ റെഡിയാണ് ട്ടാ. എല്ലാവർക്കും ഓരോ പ്ലേറ്റിലാക്കി ഇങ്ങനെ വെച്ചിട്ട് അവിടെ കൊണ്ട് കൊടുക്കുകയാണ്. എല്ലാവരും സീറ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പില്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് നെയ്ച്ചോറും ബീഫ് കറിയാണ്. അപ്പൊ നമുക്കിത് അവർക്ക് ഫുഡൊക്കെ കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോ വരാട്ടാ. ഞാന് ആൾക്ക് ഫുഡ് ചങ്കപ്പ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ ബാബുന് ചോറ് വാരി കൊടുക്കണം. അപ്പൊ നമുക്ക് കയ്യൊക്കെ കഴുകിട്ട് വരാം. വരാട്ടാ. ബാബു ക്ഷീണിച്ചല്ല, ഭക്ഷണം കഴിക്കാറില്ലേ? ഭയങ്കര സന്തോഷം തരുന്നൊരു നിമിഷമൊക്കെ ചങ്കകളിൽ. പിന്നെ ഒരു അതിലേക്ക് ഷോർട്സ് നൽകുന്നേ. എന്റെ കൂടെ വരുന്നുണ്ടോ? എന്റെ കൂടെ വരുന്നുണ്ടോ? അന്നാലും എന്താവും തറപ്പിലെത്താണോ? പുതിയ
ഉണ്ടായില്ലേ? ഇല്ല, പുതിയതാണല്ലേ. ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നത്. എന്റെ പേര് എന്റെ വീട് മാളയില്. മാളയില് പൂപ്പത്തിന്ന് അറിയും. കേട്ടിട്ടുണ്ടാ? അപ്പൊ ചങ്കൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ? അപ്പൊ നമുക്കൊക്കെ ഒരു പറയാ വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ തന്നെ നമുക്ക് ഓരോ മക്കൾക്കും ബുദ്ധിമുട്ടാണല്ലേ. അവർക്ക് നേരെ നേരത്തിൽ ഭക്ഷണം കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ മറ്റെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു ബാധ്യതയായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇവിടെ നസിത്തയും ജലീൽക്കാന്ന് പറഞ്ഞ 2 വ്യക്തികൾ ഇത്രയും മാതാപിതാക്കളെ അസുഖമുള്ളവരുണ്ട്, സംസാരിക്കാൻ പറ്റാത്തവരുണ്ട്, പല വിധത്തിൽ പ്രയാസപ്പെടുന്ന ആൾക്കാർ, ആണായിട്ടും പെണ്ണായിട്ടും ഇഷ്ടംമാതിരി പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവരൊക്കെ ഈ പറഞ്ഞൊരു കുടുംബം ജലീൽക്കാടെ ഭാര്യ നസിത്ത, അവർക്കുടെ 2 ആമക്കള്, അവർക്കുടെ മക്കളുടെ ഭാര്യമാര്, ഇവരെല്ലാരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് ഇത്രയും പേരെ പൊന്നുപോലെ നോക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നോ, ഞാൻ വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റിൽ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചു, നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഇവള് കെട്ടിച്ചേക്കുന്നത് കാവക്കടയിലേക്കാണ്. അപ്പൊ ചങ്കളെ, ഇതാണ് നമ്മുടെ ജലീൽക്കാട് നസിത്താടെ ഫാമിലി എന്ന് പറയുന്നത്. വലിയൊരു ഫാമിലിയാണ്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ് ഈ ഒരു കുടുംബം ചെയ്യണത്. നസിത്തയും ജലീലിക്കയും അവർക്കുടെ 2 ആമക്കള്, അവർക്കുടെ ഭാര്യമാര്, അവർക്കുടെ മകള്, അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഏറ്റവും വലിയൊരു ജീവിതത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫാമിലിനെ കാണുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ എപ്പോഴും വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ നേരെ കൊടുങ്ങല്ലൂർ കൊന്നച്ചോട് വരാം. അവിടെ വന്നു കഴിഞ്ഞാൽ ഇതായി അഗതിമന്ദിരം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും കേട്ടോ. അപ്പം എൻ്റെ ഉപ്പിച്ചിയുടെ പരിപാടി അത്രയും ഭംഗിയാക്കി പഠിച്ചവനെ അനുഗ്രഹിച്ച് നടത്താൻ പറ്റി ഞങ്ങൾ തിരിച്ചു പോവേണ്ട കേട്ടോ.